നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീജ, ഡെൻ്റൽ സർജനാണ്. വായിൽ വരുന്ന രോഗങ്ങളെ പറ്റി പഠിക്കുന്ന ഡെൻ്റൽ ബ്രാഞ്ചിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഓറൽ ഹെൽത്ത് പ്രോബ്ലത്തെക്കുറിച്ചാണ്. പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല, കുറേ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ഓറൽ ഹെൽത്ത് പ്രോബ്ലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ധാരാളം പേഷ്യൻസ് ഡെൻ്റൽ ക്ലിനിക്കിൽ കൺസൾട്ടേഷനായിട്ട് വരാറുണ്ട്. അതായത് അവരുടെ മോണ അല്ലെങ്കിൽ ജിഞ്ചൈവ എന്ന് പറയും, പല്ലിന് ചുറ്റുമുള്ള ആ ഒരു പെയിൽ പിങ്ക് കളർ ആയിട്ടുള്ള ഗംസ് എന്ന് നമ്മൾ പറയും കോമൺ ടേമിൽ. ആ ഏരിയയാണ് ജിഞ്ചൈവ എന്ന് പറയുന്നത്. പല്ല് നമ്മുടെ എല്ലുമായിട്ട് യോജിപ്പിച്ച് കവർ ചെയ്ത് വയ്ക്കുന്നതാണ് നമ്മുടെ ജിഞ്ചൈവ. ആ ഗംസിന് ചെറിയ നീര് പോലെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിങ്ങനെ കുറച്ച് എൻലാർജ്ഡ് ആയിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൺസൾട്ടേഷനായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. ചിലരത് പേടിച്ച് അത് എന്തെങ്കിലും മാരകമായ പ്രശ്നമാണോ അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ എന്തെങ്കിലും ഗ്രോത്ത് ആണോ എന്നൊക്കെ സംശയിച്ച് അങ്ങനെ വരാറുണ്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ മോണ വീർക്കുക അല്ലെങ്കിൽ മോണയ്ക്ക് നീര് വന്ന പോലെ കാണും, അതിൻ്റെ ഒരു ഓവർ ഗ്രോത്ത് ഉണ്ടാവുക. എന്നിട്ട് അത് പല്ലിൻ്റെ മുകളിലേക്ക് വളർന്ന് പല്ലിനെ കവർ ചെയ്ത് അവിടെ ഒരു അഭംഗി പോലെ ഉണ്ടാവും. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓവർ ഗ്രോത്ത് കാരണം അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കയറി ഇരിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഗ്രാജുവലി ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ജിഞ്ചൈവൽ ഓവർ ഗ്രോത്ത് കാരണം, അല്ലെങ്കിൽ ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ജിഞ്ചൈവൽ എൻലാർജ്മെന്റ്, എന്തുകൊണ്ട്? അപ്പോൾ ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം, ഓവർ ഗ്രോത്ത് ഉണ്ടാവാം. അതിലൊരു കാരണമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതിനെ ഈ ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് അല്ലെങ്കിൽ ജിഞ്ചൈവൽ ഓവർ ഗ്രോത്ത് ചില ആൾക്കാരിൽ ഉണ്ടാവുന്നത് അവർ ശരീരത്തിൻ്റെ വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടുള്ള സൈഡ് ഇഫക്റ്റ് കാരണം ഇങ്ങനെ ജിഞ്ചൈവൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് ഉണ്ടാകാം. അത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ആ മരുന്ന് കാരണമുള്ള സൈഡ് ഇഫക്റ്റ് ആണ് ഇങ്ങനെ ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് ഉണ്ടാക്കുന്നേ എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അവർ വേറെ ഒരു രോഗത്തിനായിട്ട് സിസ്റ്റമിക് ആയിട്ട് എടുക്കുന്ന മരുന്നാണ്. ആ മരുന്നിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോണയിലെ സെൽസ് ഉണ്ടല്ലോ, അതിൻ്റെ സൈസും അതിൻ്റെ നമ്പറും സ്റ്റിമുലേറ്റ് ചെയ്യും. ആ മരുന്നിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. ആ സൈസും നമ്പറും കൂടും, അതുവഴി ആ മോണയ്ക്ക് വളർച്ച കൂടും. പിന്നെ സ്വാഭാവികമായിട്ട് സെൽസിന് ഉണ്ടാവുന്ന ഡിഗ്രഡേഷൻ എന്ന് പറയും. എല്ലാ കോശങ്ങൾക്കും ഒരു കാലയളവ് കഴിയുമ്പോൾ അത് ഡിഗ്രേഡ് ചെയ്ത് പോവും ശരീരത്തിൽ. ആ ഡിഗ്രഡേഷൻ ഈ മരുന്ന് കാരണം മോണയിലെ ആ കോശങ്ങൾക്ക് ഡിഗ്രഡേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല എൻലാർജ്മെന്റ് പോലെ, ഒരു ഓവർ ഗ്രോത്ത് പോലെ അത് ഉണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ മെയിൻ 3 ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ് ഇങ്ങനത്തെ മോണയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ എൻലാർജ്മെന്റ് ഉണ്ടാക്കുന്നത്. മെയിൻ 3 ഗ്രൂപ്പാണ് ഉള്ളത്, 3 ഗ്രൂപ്പ് മരുന്നുകളാണ്. അപ്പോൾ ആ 3 ഗ്രൂപ്പിൽ വരുന്നത്, ഒന്ന് നമ്മൾ പ്രഷറിന് കഴിക്കുന്ന ബി പിക്ക് കഴിക്കുന്ന മരുന്നുകളിൽ മെഡിക്കേഷൻ, ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് എന്ന് പറയും, അതിൽ വരുന്നതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്നാണ് ആ മരുന്നിൻ്റെ ഗ്രൂപ്പിൻ്റെ ഇത്. അതിന് ഈ മോണയുടെ കോശങ്ങളിൽ ആക്ഷൻ ഉണ്ട്. ഈ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ എൻലാർജ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സൈഡ് ഇഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപസ്മാരത്തിന് കഴിക്കുന്ന മരുന്നുകളുണ്ട്. അപസ്മാരം വരുമ്പോൾ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് എന്ന് പറയും, അപസ്മാരത്തിന് കൊടുക്കുന്ന മരുന്നുകൾ. ആ മരുന്നുകൾക്കും ഇതുപോലെ തന്നെ മോണയുടെ കോശങ്ങളിൽ ഇതുപോലെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ട് ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ എൻലാർജ്മെന്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് പറയുന്നുണ്ട്. കുറേ സ്റ്റഡീസിൽ ഇത് പ്രൂവ്ഡ് ആണ്. ഈ ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമതൊരു ഗ്രൂപ്പ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് എന്ന് പറയും. അതായത് എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത കേസിൽ ആ പേഷ്യൻസിന് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് കഴിക്കും, സ്ഥിരമായിട്ട് കൊടുക്കും. നമ്മുടെ പ്രതിരോധ ശക്തിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഓർഗനെ അവർ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കേസിലൊക്കെ കൊടുക്കുന്നതാണ്. അങ്ങനത്തെ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് കഴിക്കുന്ന, സൈക്ലോസ്പോറിൻ പോലത്തെ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്നവരിലും
ഈ ഒരു സൈഡ് ഇഫക്റ്റ്, ആ മരുന്ന് വഴി ഈ ഒരു സൈഡ് ഇഫക്ട്സ് പറയുന്നുണ്ട്. ജിഞ്ചൈവൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ എൻലാർജ്മെന്റ്. എന്നാൽ ഈ 3 ഗ്രൂപ്പ് മരുന്ന് കഴിക്കുന്ന എല്ലാവരിലും ഈ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാ ടോട്ടൽ പോപ്പുലേഷനിലും ഈ ഒരു സൈഡ് ഇഫക്റ്റ് മോണയ്ക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമ്മുടെ ഒരു ജനറ്റിക് കമ്പോണൻ്റ് ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. HLA എന്ന് പറയും, HLA കമ്പോണൻ്റ് ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ HLA ഇതുള്ള ജനറ്റിക് കമ്പോണൻ്റ് ഉള്ള ആൾക്കാരിൽ മാത്രമേ ഈ ഡ്രഗ്സ് കഴിക്കുമ്പോൾ അത് രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് ഈ ഒരു സൈഡ് ഇഫക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ആ സൈഡ് ഇഫക്റ്റ് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് ആകാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അവർ കഴിക്കുന്ന മരുന്ന്, ഈ മരുന്നിൽ ഈ 3 ഗ്രൂപ്പിൽ ഏതെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് അവരൊന്ന് ശ്രദ്ധിക്കണം. ആ മരുന്ന് കൊണ്ടുള്ള സൈഡ് ഇഫക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കേണ്ടി വരും, കൺസൾട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ്, അതിൻ്റെ ഡ്യൂറേഷൻ, ഇതിലെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഒരു ഓവർ ഗ്രോത്ത്. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ഒരു വലിപ്പം കൂടുന്ന പോലെ വരും. അത് കഴിഞ്ഞത് ആ ഘട്ടത്തിൽ നമ്മൾ മരുന്ന് മാറ്റമൊന്നും ചെയ്തില്ലെങ്കിൽ വീണ്ടും അത് എൻലാർജ്മെന്റ് കൂടും. അപ്പോൾ തുടക്കത്തിൽ അത് ജസ്റ്റ് ഒന്ന് വീർപ്പ് പോലെ വരും, കുറച്ച് കട്ടിയാവും, മോണ കുറച്ച് കട്ടിയാവും, പല്ലിനെ പതുക്കെ കവർ ചെയ്ത് തുടങ്ങും. ആ ഘട്ടത്തിൽ വേദനയോ ബുദ്ധിമുട്ടുകളോ വേറെ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ സെയിം മരുന്ന് മൂലമുള്ള സൈഡ് ഇഫക്റ്റ് ആണെങ്കിൽ ആ മരുന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ഓവർ ഗ്രോത്ത് കൂടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഡെബ്രീസ് ഒക്കെ കയറാൻ തുടങ്ങും. ഒരു പോക്കറ്റ് പോലെയൊക്കെ ഉണ്ടായിട്ട് ആ എൻലാർജ്മെന്റ് കൂടും, അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഡെബ്രീസ് ഒക്കെ കൂടും, പ്ലാക്ക് വന്ന് അക്യുമുലേറ്റ് ചെയ്യും. പ്ലാക്ക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫുഡ് അക്യുമുലേറ്റ് പതുക്കെ വരുന്നത് പ്ലാക്കായിട്ട് ചേഞ്ച് ആവും. അതിൽ ബാക്ടീരിയ വരും. അങ്ങനെ പതുക്കെ അവിടെ മോണയിൽ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരും, മോണയിൽ നിന്ന് ബ്ലീഡിങ് വരും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചൂയിങ്ങിന് ഡിഫിക്കൽട്ടി ഉണ്ടാവും. കാരണം ഇത് പതുക്കെ പല്ലിനെ കവർ ചെയ്ത് തുടങ്ങും. എസ്തെറ്റിക്കലിയും കാണുമ്പോൾ പല്ലിങ്ങനെ കവർ ചെയ്ത് ഇരിക്കും, മോണ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കും. കടിക്കാൻ ബുദ്ധിമുട്ട് വരും പേഷ്യൻസിന്. അങ്ങനത്തെ ഗ്രാജുവലായിട്ട് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് കൂടി വരും. എൻലാർജ്മെന്റ് കൂടുന്തോറും കൂടി വരും. ഈ മോണയിലെ ഇൻഫെക്ഷൻ കൂടി വരും തോറും അത് പതുക്കെ താഴെയുള്ള എല്ലിനെ ബാധിക്കാൻ തുടങ്ങും. മോണയുടെ താഴെ നമ്മുടെ എല്ലിനെ ബാധിക്കാൻ തുടങ്ങും. എല്ല് കുറേശ്ശെ അവിടെ ഇൻഫെക്ഷൻ പ്രോഗ്രസ് ചെയ്തിട്ട് അത് അവിടെ കുറച്ച് തേയ്മാനം വന്നു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പല്ലിനെ പിടിച്ചിരിക്കുന്ന എല്ലാണല്ലോ, അപ്പോൾ എല്ലിന് കുറച്ചൊരു ഇത് വരും, വീക്ക്നെസ് വരും. അതുവഴി പല്ല് കുറേശ്ശെ ഇളകാൻ, മൊബിലിറ്റി ഓഫ് ടൂത്ത് എന്ന് പറയും, പല്ല് കുറേശ്ശെ ഇളകാൻ തുടങ്ങും. അങ്ങനത്തെ പ്രോബ്ലംസ് പിന്നീട് വന്നു തുടങ്ങും. അപ്പോൾ നമ്മളിത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മരുന്ന് തന്നിരിക്കുന്ന ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൈഡ് ഇഫക്റ്റിന്റെ പോസിബിലിറ്റി ചോദിക്കണം. ഡെന്റിസ്റ്റിനെ ഫിസിഷ്യനെ നമ്മൾ രണ്ടുപേരെയും കൺസൾട്ട് ചെയ്ത് ഒരുമിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു മരുന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ എന്നുള്ള പോസിബിലിറ്റി ചോദിക്കണം. അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കാൻ പറ്റുന്ന പോസിബിലിറ്റി അത് കൺസൾട്ട് ചെയ്യുക ഫിസിഷ്യനായിട്ട്. സഡൻലി നമ്മളായിട്ട് മരുന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. ഇതാണെന്ന് വിചാരിച്ച് നേരെ ഇതിന്റെ സൈഡ് ഇഫക്റ്റ് ആണെന്ന് നമ്മളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകരുത്. ഫിസിഷ്യനെ കണ്ട് കൺസൾട്ടേഷൻ എടുക്കുക. അതേപോലെ തന്നെ ഡെന്റിസ്റ്റിനെ സൈമൾട്ടേനിയസ്ലി കൺസൾട്ടേഷൻ എടുക്കണം. ഈ മരുന്നിന്റെ ഹിസ്റ്ററി പറയണം, ഡെന്റിസ്റ്റിനോടും പറയണം. എന്നിട്ട് ഈ മരുന്ന് ചേഞ്ച് ചെയ്യാൻ വേറൊരു ഗ്രൂപ്പ്, ഏതെങ്കിലും ഗ്രൂപ്പ് മരുന്ന് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പോസിബിലിറ്റി നോക്കുക. അതോടൊപ്പം നമ്മൾ നല്ലൊരു ഓറൽ ഹൈജീൻ മെഷേഴ്സ് എടുക്കണം. ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ്, മെക്കാനിക്കൽ ക്ലീനിങ് മെത്തേഡ്സ് എടുക്കേണ്ടി വരും. കാരണം അതിൽ കുറേ ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും ജിഞ്ചൈവേ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കുക. അത് ഈ മരുന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു മരുന്ന് ആക്കുമ്പോൾ തന്നെ ഉണ്ടായ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ എൻലാർജ്മെൻറ്റ് കുറേയൊക്കെ കുറയാൻ തുടങ്ങും. താനെ തന്നെ അത് കുറയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഹൈജീൻ കാര്യങ്ങൾ നോക്കുക. പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്ക്, സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക കുറേ നാളത്തേക്ക്. പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ട്വൈസ് ഡെയിലി ബ്രഷ് ചെയ്യുക. അത് കഴിഞ്ഞ് മെക്കാനിക്കലായിട്ട് അത് സ്കെയിലിംഗ് പോലെ ചെയ്യേണ്ടി വരും, ക്ലീനിങ് മെത്തേഡ്സ് ചെയ്യേണ്ടി വരും. ചില കേസിൽ നല്ലപോലെ ഓവർ ഗ്രോത്ത് ഉണ്ടായ കേസിൽ കോസ്മെറ്റിക്കലി കുറച്ചൊരു ഗം റിഡക്ഷൻ ചെയ്യേണ്ടി വരും. ഗം സർജറി പോലെ, മൈനർ ഗം സർജറി പോലെ ചെയ്യേണ്ടി വരും. ആ ഓവർ ഗ്രോത്ത് ആയ മാസ് കുറച്ച് കളയേണ്ടി വരും. ഇങ്ങനത്തെ മെഷേഴ്സ് എല്ലാം എടുക്കുക. മരുന്നും ചേഞ്ച് ചെയ്തിട്ട് വേറൊരു മരുന്നിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നത് വഴി അത് താനെ ചുരുങ്ങി നോർമൽ ലെവലിലേക്ക് മാറിക്കോളും. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ രണ്ട് ഫിസിഷ്യനെയും ഡെന്റിസ്റ്റിനെയും സൈമൾട്ടേനിയസ്ലി വിസിറ്റ് ചെയ്തിട്ട്
ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകും. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.